Keep it Saru. Kamadevan Dambu. ഈ പ്രണയശരം കൊണ്ടവനെ എന്ത് പേര് പറയും in 5 letters? Lover. Hey, you are too good, baby. I know. Lover. Jay, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താ? ശരിക്കും എന്റെ ഭർത്താവിന് എന്താ ജോലി? നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി പെട്ടെന്ന്? അല്ല, ഭാര്യമാരാകുമ്പോ ഭർത്താവിന്റെ ജോലിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അതെ, ഈ ഭാര്യമാര് നിന്നെ കൂടാതെ വേറെ ഭാര്യ ഉണ്ടോ എനിക്ക്? ജയ്, പറയൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ജയ്, പറയൂ പ്ലീസ്. അത് കുറച്ച് സിംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞാല് ഓക്കെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആവശ്യമില്ലാതെ കിടക്കുന്ന കുറെ ചരക്കുകളില്ലേ, യൂസ്ലെസ് കമോഡിറ്റീസ്, അതിനെയൊക്കെ അന്വേഷിച്ച് തേടി പിടിച്ച് പുറത്തേക്ക് കയറ്റി അയക്കുന്ന ജോലി. ആവശ്യമില്ലാത്ത ചരക്കുകളെന്ന് വെച്ചാ യു മീൻ അവർ ഡർട്ടി പൊളിറ്റീഷ്യൻസ്? അത് രാത്രിയിലെ നമ്മള് കഴിഞ്ഞ് ഉറക്കമില്ലാതെ കണ്ണ് മിഴിച്ച് ഇങ്ങനെ കിടക്കുമ്പോ വിശദമായിട്ട് ചേട്ടൻ നിന്റെ ചെവി പറഞ്ഞുതരാം. உனக்கு ஒரே நேரத்துல பாக்கியம் கெட்ட பாக்கியம் ரெண்டும் வரப்போகுது உன்னோட செகண்ட் வைஃப்னால. சாரி சார். கால் எடுத்துருங்கப்பா ப்ளீஸ். தேங்க்யூ சார். நம்மெல்லாம் நேஷனல் செக்யூரிட்டி பற்றி பேசிக்கிட்டு இருக்கோம். சாருக்கு அதை விட ஏதோ ஒரு முக்கியமான பிரச்சனை வீட்டில் இருக்கும் போல இருக்கு. ப்ளீஸ் கோ ஹெட். சார், வைஃப் ப்ளீஸ். താങ്ക്യൂ. ഹലോ. ഹായ് ജയ്. അതെ, ഓഫീസിൽ വരുമ്പോഴേ എനിക്ക് കുറച്ച് സുക്കിനി വാങ്ങിച്ചിട്ട് വരൂ പ്ലീസ്. ആര്? ചുക്കുമണിയാ? സുക്കിനി യാർ, സുക്കിനി. ഓക്കെ சார், மீட்டிங்கை கண்டினியூ பண்ணலாமா? வாட்ஸ் இஸ் சார் ப்ளீஸ். வெல் கைஸ், இப்போ இந்த ஆயிஷா யாரா இருந்தாலும் எங்க இருந்தாலும் அவளை ட்ரேஸ் அவுட் பண்றதா நம்மளோட முக்கியமான வேலை. சுக்கினி. ஆனா அது ஈஸியான விஷயம் இல்ல. Our first move should be சுக்கினி. What? சுக்கினி. Any idea? Sukini? No sir, I have never met him. டேய் சார், உங்க சுக்கினி விடுறா, ஆயிஷாவை பாருடா. சாரி சார். ஐஷா. ஐஷா ഈ പഹീൻ ഓനെ കണ്ടാൽ അങ്ങനെ ഓർമ്മയിലിക്കാനുള്ള ഗ്ലാമർ ഒന്നും പറയാൻ കഴിയില്ല മാഷെ. പക്ഷെ ഓൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഇവിടെ വന്നോണ്ടിരുന്ന ഓള് ഫ്രണ്ടിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ നമുക്ക് ഓളുടെ അല്ല എവിടെ നോക്കണ്ടേ പറയാൻ കഴിയൂലല്ലേ സുൽഫിക്കറെ? Sir, I think he knows something. എന്നാലോ ഓള് നമ്മുടെ ഫ്രണ്ടിന്ന് പോവാൻ അങ്ങോട്ട് തിരിഞ്ഞാല് നമുക്ക് ഓളുടെ ബേക്ക് ബാക്കിൽ നിന്ന് കണ്ണ് പറിക്കാനും കഴിയൂല. കഴിയൂല. आओ साहब से मिलो. इसके साथ तुमने भी देखा? हाँ हाँ साहब, मैंने भी देखा है. എന്നിട്ട് എനിക്ക് ഓളെ കാണുമ്പോ ഈ പഹയനോട് വല്ലാത്ത ജലസാണ് മാഷെ. അതുകൊണ്ടാ ഞാൻ ഓനിങ്ങനെ മറക്കാണ്ട് മനസ്സിലിങ്ങനെ വെച്ചേക്കണത്. പിന്നെ സുൽഫി, റൂമിൽ പോയിട്ട് എല്ലാം ഒന്ന് കുളിച്ചാളി. ക്രിസ്റ്റി. Sir. There are 3 CCTV cameras here. Yes sir. Get the visuals and check it. Yes sir, done. ഇവിടുത്തെ കോഫിയേക്കാൾ ചൂടുള്ള റാണയുടെ ആ ഫ്രണ്ടിനെ നമുക്കൊന്ന് കാണണ്ടേ? Yes sir, sure. സർ, ഇത് ആയിഷാവാ? ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തേ? ബൈ സർ. ബൈ. ഹലോ. ആ ജയ്, സുക്കിനി വേണ്ട കേട്ടോ.
മോക്ക് സുക്കിനി വാങ്ങാൻ ഷോപ്പിലോട്ട് പോവാൻ തുടങ്ങുകയാണ്. വേണ്ടല്ലോ? ഇന്നിവിടെ കുക്കിംഗ് ക്യാൻസൽഡ്. ഏയ്, കുക്കിംഗ് മാത്രമേ ഉള്ളോ അതോ? ഓ ജെ, ഓർമ്മയില്ലേ നമ്പ്യാർ അങ്കിളിനെ, ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ട്? ഓ, ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ടാ? തീർച്ചയായിട്ടും നല്ല ബോറിനായിരിക്കും. ജെ കേൾക്ക്, ഇന്ന് ഈവനിങ് നമ്പ്യാർ അങ്കിളിന്റെ വക പാർട്ടി. നമ്മൾ പോയേ പറ്റൂ. അയ്യോ അയ്യോ, കഷ്ടമായിപ്പോയി. ഈ നമ്പ്യാർ അങ്കിളിന് ഇത് കുറച്ച് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഓ ജെ പ്ലീസ് ഡോണ്ട് സേ നോ. ഏ മീന, ഓ പട്ടേൽ കാ ബില്ലിംഗ്, വാട്ട്സ് എ ഡിലേ? ഹാവ് യു ഫിനിഷ്ഡ് ഇറ്റ്? ഈ ഓഫീസിൽ ഇനി ആരോട് പറയണം? അയ്യോ, ഓ മോളു, സോറി. ഇപ്പൊ ഈ ഓഫീസിലെ ഒരുപാട് തിരക്കി നിൽക്കുമ്പോ ഞാനിപ്പോ പക്ഷെ ഞാൻ വന്നില്ലേലും നമ്പ്യാർ അങ്കിളിന്റെ പാർട്ടി ആവുമ്പോ മോള് തീർച്ചയായും. കം ഓൺ ജെ, ഇപ്പൊ തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഹണിമൂൺ പോലും പോവാതെ ജയ്ക്ക് എന്തത്ര ജോലി തിരക്കുന്നു, അതും ആ ഉണക്ക് എക്സ്പോർട്ട് കമ്പനിയിൽ. ജെ പ്ലീസ്, ഇന്നെങ്കിലും എന്നെ നാണം കെടുത്തരുത് മറ്റുള്ളവരുടെ മുന്നിൽ. ഓക്കെ, മോളൊരു കാര്യം ചെയ്യ്, മോള് നേരെ പാർട്ടിക്ക് പോയിക്കോളൂ. ഞാൻ മാക്സിമം വരാൻ നോക്കാം. ഇനി അഥവാ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ മോൾ ഇന്ന് ഡാഡിയുടെ കൂടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഡാഡിയോട് മോളെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എന്താ? കുന്തം. ഹലോ, എന്തു പറ്റി സർ? കുന്തം. Elaborate security arrangements are being made in the city in view of the Prime Minister's visit to inaugurate the Global Leadership Summit. അയ്യോ Around മോളു, 70 police മോളു നീ പാർട്ടിക്ക് പോയില്ലേ? പോയെങ്കിൽ പിന്നെ കൊടിമരം പോലെ ഞാൻ അവിടെ നിൽക്കൂ. ശ്ശോ, എന്താ പോവാഞ്ഞേ? നമ്പ്യാരെങ്കിൽ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ മോളുവിന്റെ ഡാഡി ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും മോളുവിനെ. ഓ, അവരെ കുറിച്ചൊക്കെ എന്താ കൺസേൺ? together. നിന്റെ നമ്പ്യാരങ്കിളല്ലേ, നമ്മുടെ ഡാഡിയല്ലേ? സ്റ്റോപ്പ് യുവർ ഡ്രാമ ജെ. വേണമെന്ന് വെച്ചാൽ ജയ്ക്ക് നേരത്തെ വരായിരുന്നു. ആക്ച്വലി ഇന്ന് സംഭവിച്ചത് അതൊരു കഥയാണ്. നിർത്തി ജയ് നുണക്കഥകള്. വെറുതെ അല്ല ഞാൻ പോകാതിരുന്നത്. എന്റെ ഭർത്താവിന്റെ തിരക്കുകളും അവളാർക്ക് മനസ്സിലാവാനാ? ഈ എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ, ലോകം മുഴുവൻ തലയിൽ വെക്കാൻ. ഹേയ്, മോളു വെള്ളക്കൊടി കാണിച്ച പിന്നെ വെടിവെക്കാൻ പാടില്ല. പാകിസ്ഥാൻകാര് പോലും അങ്ങനെ ചെയ്യൂല. ഓക്കെ, ഇനി നമ്പ്യാരങ്കിളിന്റെ പട്ടിയുടെ ബർത്ത്ഡേക്ക് വിളിച്ചാലും നമ്മൾ പോകും. പോരെ? ശരി, എന്താ പരിപാടി? പരിപാടിയൊക്കെ പിന്നെ നമുക്ക് പുറത്തെന്തെങ്കിലും പോയി കഴിക്കാം. അയ്യടാ, അതൊരു അവതാരിയൊന്നും അല്ല. വേറെ നിവൃത്തിയില്ല. അതെന്താ? കാരണം ഞാൻ ഇവിടെ തിന്നാൻ ഒരു കുന്തവും പൊഴിയാൻ വെച്ചിട്ടില്ല. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് ദേ വരുന്നു. ഓക്കെ. മതി, നിർത്ത്. ഒരു ആറ്റുമണൽ. ഓ, കേട്ട് മടുത്തു മനുഷ്യൻ. നീ ഇതുവരെ വിട്ടിട്ടില്ലേ അത്? ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം ഒന്നല്ലല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ. ഇനി എന്ത് ചെയ്യണം? നിന്റെ കാല് പിടിക്കണോ? അയ്യോ വേണ്ട, പക്ഷെ സോറി പറയുമ്പോ അതൊരു ഔദാര്യം പോലെ പറയരുത് പ്ലീസ്. ഇനി എന്താ വേണ്ടത് നിനക്ക്? പറ, ഞാൻ ചെയ്യാം. അയ്യോ ഒന്ന് വേഗം ഓടിക്കാം.